ആ കലഹം ഒരിക്കലും എനിക്ക് വേണ്ടിയായിരുന്നില്ല. യഥാർത്ഥത്തിൽ ടീമിനു വേണ്ടിയായിരുന്നു. ഒരാൾ മാർക്ക് ചെയ്യാതെ ഇഷാൻ പണ്ഡിത ഗോൾ മുഖത്ത് നിലനിന്നിരുന്നു. ഉറപ്പായൊരു ഗോൾ നഷ്ടമായപ്പോൾ ഉണ്ടായ പ്രതികരണമാണത് പ്രധാനമായും. എന്നാൽ ഞാനത് ചെയ്യരുതായിരുന്നു. നായകനാണ് ഞാൻ ശരിക്കും. യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവൻ. നോവയോട് എല്ലാം തന്നെ പറഞ്ഞു തീർക്കണം. ചെന്നൈയിൽ നേടിയ വിജയത്തിന്റെ പകിട്ട് കളഞ്ഞ ആ കലഹത്തിന് ശേഷം ആഡ്രിയാൻ ലൂണയുടെ പ്രതികരണമാണിത്. സ്വന്തം ടീമിലെ കളിക്കാർ മൈതാനത്ത് ഏറ്റുമുട്ടുന്ന കാഴ്ച മുമ്പ് പലതവണ കണ്ടിട്ടുണ്ട്. പക്ഷെ ലൂണയുടെ രോഷപ്രകടനത്തിൽ ഖേദം പ്രകടിപ്പിക്കേണ്ട ഒന്ന് തന്നെ ഉണ്ടായിരുന്നില്ലെന്നാണ് ആരാധകർ ഉയർത്തുന്ന പക്ഷം. ഇഞ്ചുറി ടൈമിൽ ഉറപ്പായൊരു അവസരം തന്റെ സ്വാർത്ഥത കൊണ്ട് കളഞ്ഞു കുളിച്ചൊരു കളിക്കാരനോട് ക്യാപ്റ്റൻ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കണമെന്നായിരുന്നു ആരാധകർ ഉയർത്തുന്ന പ്രധാന ചോദ്യം. പലപ്പോഴും നോവ സെൽഫിഷ് ആവുന്നു എന്നത് ആരാധകരെ എല്ലാം ആശങ്കപ്പെടുത്തുന്നുണ്ട്. കലഹങ്ങളെല്ലാം മറക്കാം. ഇനി മനസ്സിൽ പ്ലേ ഓഫ് എന്ന ഒറ്റ മന്ത്രം മാത്രമാണ് ബാക്കിയുള്ളത്. 5-5 കളികൾ മാത്രം. 5ലും ജയത്തിൽ കുറഞ്ഞ ഒന്നും ഉണ്ടാകില്ല. കൊമ്പന്മാർക്ക് 3 ഹോം മത്സരങ്ങളും 2 എവേ മത്സരങ്ങളുമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഫിക്സ്ചറിൽ ഇനി പ്രധാനമായും അവശേഷിക്കുന്നത്. ഫെബ്രുവരി 15-ന് കൊച്ചിയിൽ ലീഗിലെ 1ാം സ്ഥാനക്കാരായ മോഹൻ ബഗാനോടാണ് ഇനി ഏറ്റുമുട്ടാനുള്ളത്. ഫെബ്രുവരി 22-ന് ഗോവയെ നേരിടണം. മാർച്ച് 1-ന് ജംഷഡ്പൂരിനും മാർച്ച് 7-ന് മുംബൈക്കുമെതിരെയായിരിക്കും കൊച്ചിയിൽ പോരാട്ടത്തിനിറങ്ങുന്നത്. മാർച്ച് 12-ന് ഹൈദരാബാദിനോടായിരിക്കും അവസാന മത്സരം. ഇനി നേരിടാനുള്ള 5-ൽ 4 ടീമുകൾ പോയിന്റ് പട്ടികയിലെ ആദ്യ 4 സ്ഥാനക്കാരായിരിക്കും. ആശ്വസിക്കാൻ വകയുള്ളത് ഹൈദരാബാദിനെതിരെയുള്ള മത്സരം മാത്രമാണ്. നിലവിൽ 19 മത്സരങ്ങളിൽ നിന്ന് 24 പോയിന്റുമായി 8ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. തൊട്ട് മുൻപിൽ അത്ര തന്നെ മത്സരങ്ങളിൽ നിന്ന് 25 പോയിന്റുമായി ഒഡീഷ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഒരു കളി കുറവ് കളിച്ച പഞ്ചാബ് 23 പോയിന്റുമായി തൊട്ട് താഴെ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ ഒഡീഷയും പഞ്ചാബും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും പരാജയങ്ങൾ ഏറ്റുവാങ്ങിയത് അന്തരീക്ഷം ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി വരുന്നതിന്റെ സൂചനയാണ് യഥാർത്ഥത്തിൽ.